ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ TP വിപിന് നേരെയുണ്ടായ വധശ്രമത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര യോഗങ്ങളും നടത്തി സംഘടനാ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ. വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള. മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 അന്താരാഷ്ട്ര കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് തോടയം കഥകളി യോഗം. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ TP വിപിന് നേരെയുണ്ടായ വധശ്രമത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. ജോലി ഒഴിവാക്കി തെരുവിലിറങ്ങിയ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പതിവില്ലാത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഡോക്ടർമാർ കുറ്റപ്പെടുത്തി. മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരെല്ലാം ജോലിയിൽ നിന്ന് വിട്ടുനിന്നു. KGMOAയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി നടത്തിയ സമരം മുൻ സംസ്ഥാന പ്രസിഡന്റ് TN സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർ ദൈവങ്ങളല്ല, ദയവ് ചെയ്ത് ആ പേര് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണം. ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ ഒന്നിനും ഉറപ്പു നൽകാനാകില്ലെന്ന് ജനം തിരിച്ചറിയണം, ഡോക്ടർ സുരേഷ് പറഞ്ഞു. KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CH ലിസി അധ്യക്ഷത വഹിച്ചു. ആ ഡോക്ടറെ കൊല്ലേണ്ടതാണ്, മറ്റേ ഡോക്ടറെ ഇങ്ങനെ ചെയ്തതാണ്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങളുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലും എല്ലാവരും എൻട്രൻസ് പരീക്ഷ കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊല്ലാൻ മെനക്കെടുന്നവരും ഈ കമന്റ്സ് എഴുതുന്നവരുടെയും വീട്ടിൽ നിന്നും എൻട്രൻസ് പരീക്ഷ എഴുതാത്ത ഒരു ആൾക്കാരും നമ്മുടെ നാട്ടിലില്ല. ഞങ്ങൾ സർക്കാരിനെ സേവിക്കാൻ വേണ്ടിയിട്ട്, സർക്കാരിനെ വർഷങ്ങളായി സേവിക്കാൻ വേണ്ടിയിട്ട് 2 കൊല്ലം മുമ്പ് ഒരു സുരക്ഷയില്ലാതെ ഞങ്ങളുടെ ഒരു സഹോദരി കൊല്ലപ്പെട്ടിട്ടും വീണ്ടും സർക്കാരിനെ തന്നെ തുടർന്ന് പണിയെടുത്ത ആൾക്കാരാണ്. അതാണോ ഞങ്ങളുടെ തെറ്റ്? ഡോക്ടർമാരായ K അശ്വതി, ഡോക്ടർ റോയ് R ചന്ദ്രൻ, CK അഫ്സൽ, ഡോക്ടർ സന്ധ്യ കുറുപ്പ് എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രി പരിസരം സേഫ് സോണായി പ്രഖ്യാപിക്കുക, സ്ഥിരം പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. OP, കാഷ്വാലിറ്റി അടക്കം ഒരു സേവനവും ഉണ്ടാകില്ലെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പണിമുടക്കിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ആക്രമിക്കപ്പെട്ടതിൽ വ്യാപക പ്രതിഷേധം. സംസ്ഥാനമൊട്ടാകെ ESI ആശുപത്രികൾക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഫറൂഖ് ESI ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധം നടന്നു. താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിൻ ദാരുണമായി ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ESI സ്ഥാപനങ്ങളിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് ഡോക്ടർമാർ എത്തിയത്. ഒരു രോഗിയെ മരണത്തിന് കൊടുക്കാൻ ഒരു ഡോക്ടറിന് താല്പര്യമുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം കെയർ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നലത്തെ ന്യൂസ് കണ്ടതോടുകൂടി ഞങ്ങൾക്ക് ഭയമായി തുടങ്ങി. കാരണം വെച്ചാൽ ഇതിപ്പോൾ സാധാരണ രീതിയിലൊരവസ്ഥയല്ല. ഒരാളുടെ ഒരു വെപ്പൺ വളരെ ഒളിപ്പിച്ച് കൊണ്ടുവരിക, ആയതരത്തിൽ ഡോക്ടറെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ നേരെ പ്രയോഗിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ മേത്ത കാര്യങ്ങളായി ഇന്നലെ നടന്നു. മുമ്പ് നടന്നതിനേക്കാളും മോശമായിരുന്നു മറ്റേ ഡോക്ടർ വന്ദനയുടെ കാര്യം. അപ്പോൾ അത് ഗവൺമെന്റ് സത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വേണ്ട നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഫറൂഖ് ESI ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശങ്കർ, KGIMOA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഉമറുൽ ഫറൂഖ്, ലാബ് ടെക്നീഷ്യൻ സജീവ്, ഹെഡ് നഴ്സ് ബിന്ദു PF തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.
വികസന മുന്നേറ്റം അടയാളപ്പെടുത്തി കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ അവതരണം, ജലബജറ്റ് പ്രകാശനം എന്നിവയും നടന്നു. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാത്ത നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റിയത് വീട്ടിലേക്കു ചെന്ന് വാതിൽപ്പടിയിലേക്കു ചെന്ന് അവിടെ നിന്ന് മാലിന്യങ്ങളെ ശേഖരിക്കുന്ന സംവിധാനം ഉണ്ടാക്കി തീർത്തത് ഈ പറയുന്ന ഹരിതകർമ്മ സേനകളുടെ ആവിർഭാവത്തിനു ശേഷമാണ്. എത്ര മനോഹരമാണ് ആ പേര് തന്നെ, ഹരിതകർമ്മസേന എന്നാണ് അതിന്റെ പേര്. ഹരിതം എന്നാൽ പച്ചപ്പാണ്, പച്ചപ്പെന്നാൽ പരിസ്ഥിതിയാണ്. പരിസ്ഥിതി കിണങ്ങുന്ന രൂപത്തിൽ മാലിന്യത്തെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ജോലിയാണ്, തൊഴിലാണ്. അതൊരു തൊഴിലായി സ്വീകരിക്കപ്പെടുകയാണ്. സേന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വാളണ്ടിയർമാരാണ്, സേവന സന്നദ്ധരായ ആളുകൾ കൂടിയാണ്. അവർക്ക് വലിയ ശമ്പളം കൊടുത്തിട്ടല്ല, തുച്ഛമായ വരുമാന മാർഗം മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതൊരു സേവന പ്രവർത്തനമായി, അതൊരു സന്നദ്ധ പ്രവർത്തനമായി, അതൊരു പരിസ്ഥിതി പ്രവർത്തനമായി, അതൊരു തൊഴിലായി സ്വീകരിക്കപ്പെട്ട മനുഷ്യർ അവരെ ഉണ്ടാക്കി തീർത്തു എന്നത് ഈ നാട്ടിലുണ്ടായ വലിയ മാറ്റത്തിന്റെ ഭാഗമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ, കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഫാം ടൂറിസം പദ്ധതി, പുഴകളിൽ തടയണ നിർമ്മാണം, എല്ലാ വീട്ടിലും ഒരു തൊഴിൽ പദ്ധതി, വയോജന പാർക്ക്, ടൂറിസം മാസ്റ്റർ പ്ലാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസ്ഥലത്ത് കംഫർട്ട് സ്റ്റേഷൻ, കായിക പരിശീലനം തുടങ്ങിയ നിർദ്ദേശങ്ങളും ചർച്ചയിൽ ഉയർന്നു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. നേതൃത്വത്തിൽ നടക്കുന്ന വൻപിച്ച് കളക്ടറേറ്റും മാർച്ചും ധർണയും ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു. കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കോഴിക്കോട് വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങൾ അടച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വമ്പിച്ച പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടുപേരുകളായി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി മലിനീകരണത്തിന്റെ പേരിൽ 15 കൊല്ലം കഴിഞ്ഞ ടാക്സി വാഹനങ്ങളും 20 കൊല്ലം കഴിഞ്ഞ പ്രൈവറ്റ് വാഹനങ്ങളും പിന്നീട് അത് റീടെസ്റ്റ് ചെയ്ത് ഓടിക്കാൻ കഴിയണമെങ്കിൽ അന്യായമായ രൂപത്തിലുള്ള ഫീസിന്റെ വർധനവാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിലാവട്ടെ കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ള രൂപത്തിൽ കേരള ഗവൺമെന്റിന്റെ വക കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച അത്രയും തുക, തത്തുല്യമായ തുക കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കൈക്കൊള്ളുന്നത്. പ്രസിഡന്റ് പി പി റിജു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രാജേഷ് കരുമല, ട്രഷറർ പി പ്രമോദ് കുമാർ, ജോയിന്റ് സെക്രട്ടറി കെ ശ്യാമള വർമ്മൻ, വൈസ് പ്രസിഡന്റ് കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in 3 flavors.
ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര യോഗങ്ങളും നടത്തി സംഘടനാ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ രജിസ്ട്രേഷൻ പുതുക്കി തട്ടിപ്പിന് ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സമാന്തര യോഗങ്ങൾക്കും നടത്തി സംഘടനയെ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മേൽപ്പറഞ്ഞ സംസ്ഥാന ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ ചേറുകൂട്ടി മുഹമ്മദ്, റോയൽ മുസ്തഫ, പച്ചേരി ഫറൂഖ്, സലാഹുദ്ദീൻ മമ്പാട്, ഷാഹുൽ കൊണ്ടോട്ടി, സൈനുദ്ദീൻ പടന്ന എന്നിവരെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന മുൻ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ചേറൂട്ടി മുഹമ്മദ്, റോയൽ മുസ്തഫ, പാച്ചേരി ഫാറൂഖ്, സലാഹുദ്ദീൻ മമ്പാട്, ഷാഹുൽ കൊണ്ടോട്ടി, സൈനുദ്ദീൻ പടന്ന എന്നിവരെ സംസ്ഥാന കമ്മിറ്റി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2015 മുതൽ തൃശൂരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് സംഘടനാ നിയമാവലിക്ക് വിരുദ്ധമായി പെരിന്തൽമണ്ണയിൽ സമാന്തര യോഗം ചേർന്ന് സംഘടനയെ പിളർത്തുവാൻ ശ്രമിച്ചതിന് ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും അതിന് മറുപടി നൽകാതെ വീണ്ടും സമാന്തര യോഗങ്ങൾ ചേർന്ന് മുൻപോട്ട് പോയതിനാലാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയ്ക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1700/2018 നമ്പർ ആധാരപ്രകാരമുള്ള സ്ഥലവും കൂടാതെ സംഘടനയുടെ മലപ്പുറം SBIയുടെ സംഘടന രൂപീകരിച്ച വർഷം തൊട്ട് അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കാനും സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുമാണ് ഇക്കൂട്ടർ ശ്രമിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ അഷറഫ് ബാവ, ട്രഷറർ KT ഹംസ, ജനറൽ സെക്രട്ടറി M സുമേഷ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, വാഹിദ് കുപ്പത്ത് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിലാവിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഭൂമി. കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ശശികാന്തം ചൊരിഞ്ഞത് ശാരദ പൗർണമിയാണ്. കന്നിനിലാവിനെ കൂടുതൽ മനോഹരിയാക്കിയ സൂപ്പർ മൂൺ ദൃശ്യങ്ങളും സുരേന്ദ്രൻ പുന്നശ്ശേരിയുടെ വിവരണവും കാണാം. കഴിഞ്ഞ ദിവസം മാനത്ത് കന്നിനിലാവ് പരത്തിയത് ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ മൂൺ ആയിരുന്നു. ഈ വർഷം 3 സൂപ്പർ മൂൺ പരമ്പരയാണ് ദൃശ്യമാകുക. അതിലാദ്യത്തേതാണ് ഒക്ടോബർ 7, 8 തീയതികളിൽ കാണപ്പെട്ടത്. സാധാരണ ചന്ദ്രനേക്കാൾ കൂടുതൽ വലിപ്പവും തിളക്കവും കാണപ്പെടുന്ന ചന്ദ്രനാണ് സൂപ്പർ മൂണുകളായി അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്ക് ഇത്തവണത്തെ പൗർണമി ശാരദ പൗർണമി കൂടിയായിരുന്നു. അമേച്ചർ വാനനിരീക്ഷകനും അസ്ട്രോ കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 7, 8 തീയതികളിൽ നാം ആകാശത്ത് കണ്ട പൗർണമി ഈ വർഷത്തെ ഏറ്റവും വലിയ പൗർണമിയായിരുന്നു. ഒരു സൂപ്പർ മൂൺ പരമ്പരയിലെ ആദ്യത്തെ, അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും സൂപ്പർ മൂൺ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സൂപ്പർ മൂൺ? സൂപ്പർ മൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ പൗർണമിയേക്കാൾ 30% തിളക്കവും ഒരു 15-16% വലിപ്പമുള്ള ചന്ദ്രന്മാരാണ്. അപ്പോൾ താരതമ്യേന ഭൂമിയോട് ഈ സമയത്ത് ചന്ദ്രൻ കൂടുതൽ അടുക്കും. അതിൽ പ്രത്യേകിച്ച് അപൂർവതയൊന്നുമില്ല. പക്ഷേ ഈ ചന്ദ്രന്, അതായത് ഈ ദിവസത്തെ ചന്ദ്രന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ശാരദ പൗർണമിയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത് വലിയ ആഘോഷമാണ്. മൺസൂണിന്റെ അവസാനം ശാരദ പൗർണമിയോടെ ആണെന്ന് പറയപ്പെടുന്നു. അന്ന് ചന്ദ്രപ്രകാശത്തിന് പ്രത്യേക ശക്തിയുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. വിദേശികൾ ഈ ചന്ദ്രനെ ഹണ്ടേഴ്സ് മൂൺ എന്നും ഹാർവസ്റ്റ് മൂൺ എന്നും വിളിച്ചു പോരുന്നു.
മൺസൂണിന്റെ അവസാനം ആകാശം ഏറ്റവും തെളിഞ്ഞിരിക്കുന്ന ശരത്കാലത്ത് ശാരദ പൗർണമി അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. നിലാവിന്റെ കുളിരും ചാരുതയും ഭംഗിയും ഒത്തുചേർന്ന കന്നിനിലാവിനെ കൂടുതൽ മനോഹരമാക്കി സൂപ്പർമൂൺ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട്ട് കേരള ദ്വിദിന എൻവയോൺമെന്റൽ ഫെസ്റ്റ് നടന്നു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി വിഷയങ്ങൾ ചർച്ച ചെയ്തും ആശയങ്ങൾ പങ്കിട്ടും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ദ്വിദിന എൻവയോൺമെന്റൽ ഫെസ്റ്റ് നടന്നു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ശോഭീന്ദ്രൻ മാഷ് നമ്മളെല്ലാവരിലും കൂടി ജീവിക്കുകയാണ്. ശോഭീന്ദ്രൻ മാഷെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ശോഭീന്ദ്രൻ മാഷിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, ഭാവിയെ കരുതിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഉദാഹരണമാണ്. ഒരു പക്ഷേ ശോഭീന്ദ്രൻ മാഷ് കാർബൺ ന്യൂട്രൽ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. മാഷിന്റെ ശിഷ്യൻ എങ്ങനെയാണ് മാഷ് നമ്മളിൽ കൂടി ജീവിക്കുന്നത്. ജനറൽ കൺവീനർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. സെഡ് എ സൽമാൻ, ഡോക്ടർ UK അബ്ദുൽ നാസർ, ഡോക്ടർ ഹുസൈൻ മടവൂർ, മുഹമ്മദ് ജംഷീർ, ഡോക്ടർ PP പ്രമോദ് കുമാർ, R ജയന്തുകുമാർ, മണലിൽ മോഹനൻ, സരസ്വതി ബിജു, ഹാഫിസ് പൊന്നേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പരിസ്ഥിതിയും വികസനവും, വെള്ളം, വൃത്തി, വിളവ് തുടങ്ങിയ 7 വിഷയങ്ങളിൽ ആദ്യ ദിവസം വിവിധ സെഷനുകളിൽ ചർച്ചകൾ നടന്നു. വെള്ളിയാഴ്ച നടന്ന സമാപന പരിപാടികൾ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 അന്താരാഷ്ട്ര കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് തോടയം കഥകളി യോഗം. 36ാം വാർഷികത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അതുപോലെ ലോക ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ 5 വർഷമായിട്ട് 2019 മുതൽ അത് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ കഥകളി ദിനം പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഇതുവരെ നടന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ആചരിക്കാറ്. കഴിഞ്ഞ 2 ദിവസം ഒരു പത്രത്തിൽ കണ്ടു, കലാമണ്ഡലം അവരെന്നെ പ്രാവശ്യം അതിനുവേണ്ടി ആവശ്യപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും അടുത്തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. തോടയം കഥകളി യോഗത്തിന്റെ 36ാം വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബർ 12 ഞായറാഴ്ച തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ കഥകളി രംഗത്തെ പ്രശസ്തരായ 5 കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. തുടർന്ന് സുധീഷ് നമ്പൂതിരി രചിച്ച നള കഥായനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പല്ലാവൂർ വാസുദേവ പിഷാരടി അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും കോട്ടക്കൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന നളചരിതം 3ാം ദിവസം കഥകളിയും ഉണ്ടാകും. കേരള കലാമണ്ഡലം ഡീനും അതുപോലെ തന്നെ കാറൽമണ്ണ കഥകളി ട്രസ്റ്റിന്റെ ചെയർമാനുമായിട്ടുള്ള രാജാനന്ദ് എന്ന് പറയുന്ന ഒരു കഥകളി നിരൂപകൻ ആസ്വാദകൻ ആയിട്ടുള്ള KB രാജാനന്ദന് തോടയം കഥകളി യോഗത്തിന്റെ ഒരു സ്നേഹാദരവും ഈ വർഷം നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ
തോടയം കഥകളി യോഗം പ്രസിഡന്റ് PK കൃഷ്ണനുണ്ണി രാജ, ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് മേനോൻ, ട്രഷറർ സുരേഷ് പാഴൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരെ ഷൂ എറിഞ്ഞതിനെതിരെ ന്യായീകരിക്കുകയും കലാപാഹ്വാനം നടത്തുകയും ചെയ്യുന്നതിൽ കേസെടുക്കണമെന്ന് PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഇരിക്കുന്ന ഒരു ഉന്നതാധികാര ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളോട് RSS സ്വഭാവം എന്തെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ് ആ കണ്ടത്. മോഹൻദാസ് RSSന്റെ സൈദ്ധാന്തികനാണ് പോലും. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നാണ് PDPക്ക് പറയാനുള്ളത്. കേരളത്തിൽ അപകടകരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പദ്ധതിയൊരുങ്ങുകയാണെന്ന് PDP നേതാക്കൾ പറഞ്ഞു. CPM RSS ബന്ധം നിരന്തരം ആരോപിച്ച് ഇടതുമുന്നണിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാനും അധികാരത്തിൽ തിരിച്ചെത്താൻ UDF നേതൃത്വം RSSുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് സജീവമാകാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം BJPയുമായുള്ള ധാരണകൾ രൂപപ്പെടുത്താനാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ പാർട്ടി ഒറ്റയ്ക്കും യോജിക്കാൻ കഴിയുന്ന പാർട്ടികളുമായും പ്രാദേശിക സംവിധാനങ്ങൾ ഒരുക്കിയും പരമാവധി വാർഡുകളിൽ മത്സര സജ്ജമാകും. ഒക്ടോബർ 5 മുതൽ 14 വരെ പാർട്ടി സംസ്ഥാന നേതാക്കൾ നടത്തുന്ന സമ്പർക്ക യാത്രയ്ക്ക് തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PDP വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ, ഇബ്രാഹിം തിരൂരങ്ങാടി, സക്കീർ പരപ്പനങ്ങാടി, റസൽ നന്ദി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോപാന സംഗീത സഭയുടെ 4ാം വാർഷികം ഒക്ടോബർ 11 ശനിയാഴ്ച നടക്കും. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെ വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷം നടക്കുന്നത്. അതിന്റെ 4ാമത് വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 11 തീയതി ശനിയാഴ്ച കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് വൈകിട്ടുള്ള സാംസ്കാരിക സഭ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള സംഗീതനാട അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് പുരസ്കാര വിതരണം നടത്തുന്നത്. രാവിലെ മുതൽ വൈവിധ്യങ്ങളായ പരിപാടികൾ, സോപാന സംഗീതത്തിന്റെ വ്യത്യസ്തങ്ങളായ ശൈലികളും അവതരണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ് ദേവാലയത്തിൽ. ഏറ്റവും ശ്രദ്ധേയമായത് 101 കലാകാരന്മാർ ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിക്കുന്ന ശതസോപാനം എന്ന പരിപാടി വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നടക്കും. അതിനുശേഷം പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ നയിക്കുന്ന പ്രത്യേക സംഗീത പരിപാടിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ TP വിപിന് നേരെയുണ്ടായ വധശ്രമത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര യോഗങ്ങളും നടത്തി സംഘടനാ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ. വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള. മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 അന്താരാഷ്ട്ര കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് തോടയം കഥകളി യോഗം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.